ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോ കമ്പനീസിന് മികച്ചൊരു റിപ്പോർട്ട് ആയത് കാരണം ഓട്ടോ കമ്പനീസാണ് ഇന്നലെ നിഫ്റ്റിനെ പിടിച്ചു നിർത്തിയത്. എന്നാലും ബാക്കിയുള്ള സെക്ടേഴ്സിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഓൾ ടൈം ഹൈയുടെ വളരെ പരിസരത്ത് തന്നെയാണ്. വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. ഇൻഡെക്സിനെയാണല്ലോ നമ്മൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ തന്നെയാണെന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അൺസർട്ടനിറ്റി ഇന്നലെ വിസിബിളായിരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തി. ബിറ്റ്കോയിനിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടുവരാം. കാണാം, ആദ്യം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ഇന്നലെ ക്ലോസ് ആയ നാസ്ഡാക്ക് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ കാണാം ഏകദേശം ഒരു 1% 423 പോയിൻറ്റ് ഫോൾ രേഖപ്പെടുത്തി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി എന്ന് പറയുന്ന ജപ്പാൻ മാർക്കറ്റാണ്, കോസ്പി കൊറിയയാണ്, ചൈന, ഓസ്ട്രേലിയ എല്ലാം പോസിറ്റീവിലാണ്. ഗോൾഡ് $4212 പെർ ഔൺസ് ഏറ്റവും ടോപ്പിൽ നിന്ന് 5ാമത്. പിന്നെ ബിറ്റ്കോയിൻ ഫർദറായിട്ട് ഇടിഞ്ഞ് 86,000 ഉള്ളത്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 26,330. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 26,336. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ICICI ബാങ്ക് 2% ഫോള്, HDFC ബാങ്ക് ഏകദേശം 3.76% ഫോള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നിഫ്റ്റിയുടെ ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആണ്. ഏറ്റവും ടോപ്പിൽ PCR 0.7 ആണ്. കൂടുതൽ കോൾ ഷോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഈ റെഡ് കളർ കാണുന്നില്ല തന്നെ കോൾ റൈറ്റിംഗ് ആണ്. 26,200-നപ്പുറമുള്ള 26,300 മേജർ റെസിസ്റ്റൻസ് സോൺ. ഇന്നലെ കൂടുതൽ അഡീഷണൽ കണ്ടു. ഹാച്ച് കാണുന്നതാണ് അഡീഷണൽ കോൾ ഓപ്ഷൻ്റെ പുതിയ കോൺട്രാക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. 26,500 ഫർദറായിട്ടുള്ള അടുത്ത റെസിസ്റ്റൻസ്. 26,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ഡേറ്റാസ് ഒന്നും തന്നെയല്ല. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷനും അല്ല, ഇതും കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ട്രേഡിങ് കൊണ്ടുപോകാനായിട്ട് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതും ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫ്രീ ആണ്. ഫസ്റ്റ് കമ്പനിയിലെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ആംബർ ഇൻഡസ്ട്രീസ് കമ്പനി, ഇവിടെ ഒരു സബ്സിഡിയറി കമ്പനി ഷങ്ഹോയ് ടെക്നോളജിയിൽ 506 കോടി രൂപ കൊടുത്ത് 80% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഹീറോ മോട്ടോ കോർപ്പ് ഇത്തവണ മികച്ച നമ്പറായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇവർ 31% ഇവരുടെ എക്സ്പോർട്ട് വർദ്ധിച്ചു. 6,04,490 യൂണിറ്റ് ഇവർ എക്സ്പോർട്ട് ചെയ്തു. അംബുജ സിമൻറ്റ്, ഇവർ ഛത്തീസ്ഗഡിൽ പുതിയ ഒരു സിമൻറ്റ് ഗ്രൈൻഡിങ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. 4 മില്യൺ ടൺ പെർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇന്ത്യൻ ഹോട്ടൽ ചെറുകിട ഹോട്ടലുകളെ അവർ അക്യൂർ ചെയ്തു. 140 മിഡ് സൈസ് ഹോട്ടലുകളെ ഇവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. ബജാജ് ഹൗസിംഗ് കമ്പനി, ബജാജ് ഫിനാൻസ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ്. 2% സ്റ്റേക്ക് ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. KEI ഇൻഡസ്ട്രീസ് കമ്പനി, ഇവരുടെ പുതിയ അഹമ്മദാബാദിലുള്ള പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. അഫ്കോൺ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് 884 കോടി രൂപയുടെ EPC കോൺട്രാക്റ്റ് ലഭിച്ചു. ഭാരത് ഡൈനാമിക് കമ്പനിക്ക് 2,461 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. NMDC കമ്പനി 11% ഇയർ ഓൺ ഇയർ ഇവരുടെ പ്രൊഡക്ഷനിൽ വർധനവ് രേഖപ്പെടുത്തി. ഫോഴ്സ് മോട്ടേഴ്സ് 1,885 യൂണിറ്റിൽ നിന്ന് ഇത്തവണ 2,885 യൂണിറ്റിലേക്ക് മികച്ച ഒരു സെയിൽസ് കൊണ്ടുവന്നു. GHV ഇൻഫ്ര കമ്പനി, ഇവർക്ക് 109 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമ്മുടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളും അതിൽ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വൈകിട്ട് 7 മണിക്ക് നമുക്ക് പോസ്റ്റ് മാർക്കായിട്ട് എത്താം. താങ്ക് യു.